ഹലോ, ഹായ് എവരിവൺ. ഗുഡ് മോർണിംഗ്. എല്ലാവരും എവിടെയാണ്? സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു നല്ലൊരു ദിവസം ഞാൻ നേരുന്നു. അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരെ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാരണം എൻ്റെ ലൈഫിൽ എനിക്ക് ഇതേവരെ ലഭിച്ചിട്ടില്ലാത്തൊരു എന്താ പറയുക, ഒരു സുന്ദരമായൊരു നിമിഷം എന്ന് പറയാം. എൻ്റെ ലൈഫിൽ എനിക്കിനി കിട്ടാൻ പോണില്ലേ ഇങ്ങനൊരു അനുഭവം, അങ്ങനെ വേണമെങ്കിലും പറയാം. അപ്പോൾ അത്രയ്ക്ക് മനസ്സറിഞ്ഞ് ഞാൻ സന്തോഷിച്ചൊരു ദിവസമായിരുന്നു ശരിക്കും നമ്മുടെ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് എനിക്കുണ്ടായ ഒരു അനുഭവം. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ട് നമ്മൾ എല്ലാ വർഷവും വരാറുണ്ട്. അപ്പം ഭഗവാനെ എല്ലാ വർഷവും വന്ന് കാണാൻ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. പറ്റുമ്പോൾ നമ്മൾ വന്ന് കാണാറുമുണ്ട്. അപ്പോൾ ഗുരുവായൂർ, ഞാനൊരു കൃഷ്ണഭക്തയാണ് കേട്ടോ. അപ്പം ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാവശ്യവും വരുന്ന പോലെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നതിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ പലരുടെയും വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഓരോരുത്തർക്ക് ഗുരുവായൂർ വരുമ്പോൾ, ഗുരുവായൂരപ്പനെ കാണാൻ വരുമ്പോൾ പല പല അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ലൈഫിൽ. പല പല എന്താ അത്ഭുതകരമായിട്ടുള്ള ഓരോ നിമിഷങ്ങൾ ഓരോരുത്തർക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഞാനും വിചാരിക്കും, എൻ്റെ ലൈഫിൽ ഇതേപോലെ എന്തെങ്കിലും ഒന്ന് നടന്നിരുന്നെങ്കിൽ അല്ലേ, എനിക്കും ഇങ്ങനെ ഭഗവാന്റെ സാന്നിധ്യം അടുത്തറിയുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം എൻ്റെ ലൈഫിലും ഒരു അനുഭവം കൃഷ്ണൻ എനിക്ക് തന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്രാവശ്യം ഭഗവാൻ എൻ്റെ വിളി കേട്ടു കേട്ടോ. ഇപ്രാവശ്യം ഞങ്ങൾ ഗുരുവായൂർ പോകാൻ നേരത്ത് ഞങ്ങൾക്ക് ശരിക്കും 2 അനുഭവങ്ങളാണ് ഗുരുവായൂരപ്പൻ ഞങ്ങൾക്ക് തന്നത്. ഒന്നെന്ന് വെച്ചാൽ, ഞങ്ങളിപ്പം ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട് രാവിലെ കുളിച്ച് തൊഴുത് അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്, അപ്പം ഞാൻ ഈ ഹാമ്പേഴ്സൊക്കെ ചെയ്യുന്ന ആളാണ് കേട്ടോ. അപ്പം ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹാമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഗുരുവായൂരപ്പന് ഒരു ഹാമ്പർ ചെയ്ത് കൊടുക്കണം, ഗുരുവായൂരപ്പൻ്റെ മുന്നിലൊരു ഹാമ്പർ വെക്കണം എന്നെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് ഹാമ്പർ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ ഗുരുവായൂർ വന്ന സമയത്ത് നല്ല തിരക്കും, പിന്നെ എന്താ കുറച്ച് ടെൻഷൻ പിടിച്ചിട്ടുള്ളൊരു രീതി ഒരു പോലെയായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര പെർഫെക്റ്റോടെ ചെയ്യാൻ പറ്റിയ രീതിയിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിലെനിക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പിന്നെ ഞങ്ങൾ അവിടെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് ഞങ്ങൾ ഹാമ്പർ ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഹാമ്പറിനകത്ത് ഞങ്ങൾ മെയിനായിട്ട് വെച്ചിരുന്ന സാധനങ്ങളെന്ന് വെച്ചാൽ, ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം, ഒരു മഞ്ഞപ്പട്ട് പോലത്തെ ഒരു തുണി, മയിൽപ്പീലി, മഞ്ചാടി, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തത്. ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് കൊണ്ട് കണ്ണന് കൊടുക്കണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഒന്നും നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു സമയമായപ്പോൾ. അപ്പോൾ എന്നാലും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഗുരുവായൂരപ്പന് ഇത് സമർപ്പിക്കണം, ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് സെറ്റൊക്കെ ചെയ്തിട്ട് നേരെ അമ്പലത്തിനകത്ത് കയറിയപ്പം ഞങ്ങൾ അവിടുത്തെ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇത് ഞങ്ങൾക്കൊന്ന് സമർപ്പിക്കാനാണ്, നമ്മളെവിടെയാണ് അകത്ത് കൊണ്ട് കയറാൻ പറ്റുമെന്ന് ചോദിച്ചപ്പം സെക്യൂരിറ്റി പറഞ്ഞു, കുഴപ്പമില്ല, കൊണ്ട് കയറാം, 2-3 സ്ഥലങ്ങൾ പറഞ്ഞു, ഇവിടെയൊക്കെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ദർശന സമയമാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വെക്കാമെന്നും പറഞ്ഞു. ഓക്കെ. അങ്ങനെ നമ്മൾ ഭയങ്കര സന്തോഷത്തിൽ വരികയാണ് കേട്ടോ. അപ്പം ഞങ്ങളെന്നല്ല, ഞാൻ ഭയങ്കര സന്തോഷത്തിൽ വരികയാണ്. കണ്ണനെ ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന്, ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുന്നിക്കുരുവൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് കൊണ്ടുവന്ന കുന്നിക്കുരുവാണ് ഇതെല്ലാം. ശേഖരിച്ചു കൊണ്ടുവന്ന കുന്നിക്കുരു ഭഗവാന് സമർപ്പിക്കാമെന്ന് വെച്ചിട്ട് അതെല്ലാം ഞാൻ എൻ്റെ ഹാമ്പറിൽ ഉൾപ്പെടുത്തി ഭഗവാന് കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭഗവാനെ കാണാൻ പറ്റിയില്ല. കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കാണാൻ പറ്റിയില്ല, ദർശനം തന്നില്ല. പകരം ഞങ്ങളിങ്ങനെ അകത്ത് നിന്ന് എന്താ പറയുക, മോന് കാണാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ മോന് ചോറ് കൊടുക്കുന്ന രീതിയിൽ ഭഗവാനെ കയറി കാണാമെന്ന് വിചാരിച്ചു. അതും പറ്റിയില്ല. കാരണം മോനിപ്പോൾ 5 വയസ്സായി കേട്ടോ. അപ്പോൾ ഈ 5 വയസ്സാകുമ്പോഴത്തേന് കുട്ടികൾക്ക് ചോറൂണ് കൊടുക്കുന്ന കൗണ്ടർ കയറൽ നമുക്ക് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും നമ്മൾ നിരാശരായി മടങ്ങുന്ന ഒരവസ്ഥയാണ് വന്നത്. ഞങ്ങളിങ്ങനെ വിഷമിച്ച് നിന്നപ്പോഴാണ് അമ്പലത്തിനകത്ത് ശീവേലി നടക്കുന്ന സമയമായിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അമ്പലനടയിൽ വന്നിട്ട് ഇന്നേ വരെ കാണാത്തതാണ് ഭഗവാൻ്റെ ശീവേലി എന്ന് പറയുന്നത്. അപ്പം എനിക്കാണെങ്കിൽ എന്താ പറയുക, ഭഗവാനെ കാണാൻ പറ്റില്ല എന്നുള്ളൊരു സങ്കടം ആ ശീവേലി കണ്ടതോടെ അങ്ങ് മാറിക്കിട്ടി. കാരണം ശരിക്കും നമ്മുടെ ഭഗവാൻ നമ്മളെ ചുറ്റി വലം വെച്ച് കറങ്ങുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. 3 പ്രാവശ്യം നല്ല ഭംഗിയോടെ മനസ്സറിഞ്ഞ് ഭഗവാനെ തൊഴുത നിമിഷങ്ങളായിരുന്നു ആ ശീവേലി.
ശരിക്കും പറഞ്ഞാൽ ആ ശീവേലി കണ്ടാൽ മാത്രം മതി നമ്മുടെ മനസ്സൊന്ന് നിറയും. അങ്ങനെ ഗുരുവായൂരപ്പനെ കാണാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ശീവേലിയിലൂടെ കണ്ട് സമാധാനിച്ചിട്ട് വരുമ്പോഴത്തേനാണ് കയ്യിൽ ഈ ഹാമ്പറിൻ്റെ കാര്യം ഓർത്തത്. എന്നാലും ഇത് ഭഗവാന് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ച് വിഷമിച്ച് വരുവാണ്. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു, സാരമില്ല, നമുക്ക് ആ കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ട് വയ്ക്കാം. എവിടെ ആയിരുന്നാലും ഭഗവാൻ അത് എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നല്ല മനസ്സ് വിഷമിച്ചിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. മനസ്സ് വിഷമിച്ച് ഞങ്ങൾ വന്ന് ഞാൻ എന്താ പറയുക, ഹാമ്പർ കൊടിമരത്തിൻ്റെ അവിടെ കൊണ്ടുവച്ചിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കണ്ണാ, നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഞാനിതൊക്കെ, പക്ഷേ എനിക്ക് അവിടെ സമർപ്പിക്കാൻ പറ്റില്ല. പകരം ഞാനിതിവിടെ വെക്കുവാണ്. ഇതെൻ്റെ കണ്ണനെ എടുക്കണം, കണ്ണന് വേണ്ടി ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ സാധനം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പം തന്നെ തൊട്ടടുത്ത് നിന്ന് ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാൾ ആൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, തമിഴിലാണ് കേട്ടോ അവരെന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മലയാളത്തിൽ പറയാണ്, അമ്മ എന്തുകൊണ്ടാണ് എന്ത് ഇവിടെ വെക്കുന്നത്, ഇതകത്ത് വെക്കാനുള്ള സാധനമല്ലേ എന്ന് ചോദിച്ചു എന്നോട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അപ്പം ഞങ്ങൾക്കിത് അകത്ത് വെക്കാനും പറ്റില്ല, പകരം ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് ഭഗവാൻ ഇവിടെ വെച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറയുവാണ്, ആര് പറഞ്ഞു അകത്ത് വെക്കാൻ പറ്റൂല എന്ന്? ആരാ അങ്ങനെ പറഞ്ഞ് അകത്ത് വെക്കാൻ പറ്റൂലെന്ന്? അമ്മ കൊണ്ടുപോയി, അമ്മ തന്നെ കൊണ്ട് വെച്ചോളൂ, അകത്ത് അമ്മ തന്നെ കൊണ്ട് വെച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം ഞങ്ങളെന്താ വിചാരിക്കുക, ദൂരെ നിന്ന് ആൾക്കാരൊക്കെ വരുന്നില്ലേ, ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എന്നല്ല, ഇവർക്ക് അറിയില്ലല്ലോ എത്ര കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ പറയുന്നതൊക്കെ വെറുതെയാണ്, ഇനി ആരെങ്കിലും കളിയാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനത് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ ഭഗവാനെ തൊഴുതുകൊണ്ട് തന്നെ ഇരുന്നു. എന്നിട്ടും അയാൾ നിർത്തുന്നില്ല, അയാൾ എന്നെ വിടുന്നില്ല. അയാൾ വന്നിട്ട് എന്നോട് പറയുകയാണ്, അമ്മയ്ക്ക് വെക്കാൻ പറ്റില്ലേ, ഇത് ഞാൻ കൊണ്ടുവയ്ക്കാം, ആരാണ് എന്നെ തടയുന്നതെന്ന് നോക്കട്ടെ എന്നുള്ള രീതിയിൽ എൻ്റെ നിന്ന് ആ ഹാമ്പറും വാങ്ങിച്ചിട്ട് എടുത്തുകൊണ്ട് പോയി. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണാനില്ല. ഹാമറും കൊണ്ട് പുള്ളി എങ്ങോട്ട് പോയെന്ന് തന്നെ അറിയാൻ വയ്യ. ശരിക്കും പറഞ്ഞാൽ ഇതേപോലൊരു നിമിഷം, അതായത് എനിക്ക് കരയണോ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ കേട്ടോ, സത്യം പറഞ്ഞാൽ. ഇനിയിപ്പം ഞാൻ മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ ശരി, ഞാൻ ഈ പറയുന്നതൊക്കെ ആരും വിശ്വസിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ശരിക്കും എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ നിന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ അത് ഹാമ്പർ. അപ്പം ഞങ്ങൾ അയാളെ പിന്നെ കാണുന്നില്ല. ആ ഹാമ്പർ വാങ്ങിച്ച് നമ്മുടെ പിറകിൽ കൂടി പോയ ഒരാളെ ഞങ്ങൾ അപ്പം തന്നെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. തിരിഞ്ഞു നോക്കി അയാൾ എങ്ങോട്ടാണ് പോയതെന്നോ എവിടാണെന്നോ ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ സാക്ഷാൽ ഭഗവാൻ എൻ്റെ മുന്നിൽ വന്നിട്ട് അത് ഭഗവാന്റെ മുന്നിലെത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എല്ലാവർക്കും ഓരോരോ വിശ്വാസമാണല്ലോ അല്ലേ. ഞാനും വിചാരിക്കുന്നത്, എൻ്റെ സങ്കടം കൊണ്ട് കണ്ണൻ ആ ഹാമ്പർ സ്വീകരിച്ചു. അതായത് ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ചുകൊണ്ട് വന്നൊരു സാധനം ഭഗവാന്റെ മുമ്പിൽ വെക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിൽ വന്നിട്ട് ഭഗവാൻ തന്നെ അത് ഭഗവാന്റെ അടുത്ത് കൊണ്ടുപോയി എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കുള്ളത്. അപ്പം ആ ഒരു വിശ്വാസം ഇനി എൻ്റെ ആ ഒരു നിമിഷം ഉണ്ടല്ലോ, ശരിക്കും ഭഗവാനെ മുന്നിൽ കണ്ട ഒരു പ്രതീതിയാണ് എനിക്കുള്ളത്. ഞാനവിടെ ഒരുപാട് നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്കെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അവസരം ഇനി എനിക്ക് കിട്ടാൻ പോണില്ല. കാരണം അത്രയ്ക്ക് എൻ്റെ ലൈഫിൽ ഭഗവാന്റെ സാന്നിധ്യം വന്നു കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ആ ഒരു നിമിഷം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയുക, ഗുരുവായൂരപ്പൻ എപ്പോഴും എന്നും പ്രാർത്ഥിക്കുന്നവരുടെ കൂടെ ഉണ്ടാവും. മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ മതി, ഗുരുവായൂരപ്പൻ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊരിക്കലും എന്താ പറയുക, അത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പം എന്താ പറയുക, ഇങ്ങനെ ഒരു അനുഭവം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും എൻ്റെ കൃഷ്ണനോടും എല്ലാം ഇപ്പോഴും സ്മരിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും ഇതേപോലെ അനുഭവങ്ങൾ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.